അവരവരുടെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഓവർസീർ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജിമോൻ റാന്നി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. HTCയുടെ USA ചാപ്റ്ററിലുള്ള ഈ 4-ാം യാമത്തിൽ വീണ്ടും റോമാലേഖനത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് ഈ ദൈവവചന പഠനത്തിലേക്ക് സന്നിഹിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവജനങ്ങൾ, ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം, എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. റോമാലേഖനത്തിന്റെ 5-ാമത്തെ ക്ലാസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. ആകപ്പാടെ നമുക്ക് അരമണിക്കൂർ കിട്ടുന്നുള്ള എല്ലാ ആഴ്ചകളും ക്ലാസ് എടുക്കാൻ. അതിൽ പല ആഴ്ചകളും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, മീറ്റിങ്ങുകളും യാത്രകളും ഒക്കെ ആയതുകൊണ്ട്. അപ്പം നമുക്ക് മുഖവുര തന്നെ തീർക്കണമെങ്കിൽ ഒരു 10 ക്ലാസ് കുറഞ്ഞ് വേണ്ടി വരുമെന്ന് തോന്നുന്നു. സ്തോത്രം. ഇന്ന് ഞാൻ റോമാലേഖനത്തിന്റെ 4-ാമത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഒരു ഔട്ട്ലൈൻ റോമാലേഖനത്തിന് തന്നിരുന്നു, വിഷയ വിഭജനം ഒന്ന് തന്നിരുന്നു. 1-2 വിഷയ വിഭജനങ്ങൾ കൂടെ നൽകുമെന്ന് കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അത് വളരെ വേഗം റോമാലേഖനം മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വിഷയ വിഭജനം പ്രാരംഭത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു വേദ ചിന്തകൻ റോമാലേഖനം 16 അധ്യായങ്ങളെ 4-5 പ്രധാനപ്പെട്ട വാക്കുകളിൽ വിഭജിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. 5 പ്രധാനപ്പെട്ട വാക്കുകളിൽ വിഭജിച്ചിരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയയോജനമാണ്. സ്തോത്രം. 5 വാക്കുകളിൽ എസിൽ തുടങ്ങുന്ന, ആംഗലേയ ഭാഷയായ ഇംഗ്ലീഷ് ലെറ്ററായ എസിൽ തുടങ്ങുന്ന 5 പ്രധാന വാക്കുകളിൽ റോമാലേഖനം 16 അധ്യായത്തെ വിവരിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിൽ 1-ാമത്തെ വാക്ക് സിൻ എന്നുള്ള വാക്ക്. സിൻ, പാപം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തുടങ്ങി 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വരെയാണ് ഈ വിഷയത്തെ നമ്മൾ കാണുന്നത്. സിൻ എന്നുള്ള വിഷയം, പാപം എന്നുള്ള വിഷയം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തുടങ്ങി 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വരെ നമ്മൾ കാണും. നിങ്ങൾ ഈ ഭാഗം പരിശോധിച്ചാൽ, ഈ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള ഈ ഭാഗം പരിശോധിച്ചാൽ ഒരു കോടതി ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു കോർട്ട് ലാംഗ്വേജ് ആണ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. ഒരു കോടതി മുറിയിൽ മാനവരാശിയെ മുഴുവൻ കയറ്റി നിർത്തി അവർ നഷ്ടപ്പെട്ടവരാണെന്ന് പൗലോസ്ലീഹ തെളിയിക്കുകയാണ്. വിശേഷിച്ച് അത് 1-ാം അധ്യായത്തിന്റെ 21 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം പൗലോസ് മാനവരാശിയെ മുഴുവൻ ഒരു കോടതി മുറിയിൽ കയറ്റി നിർത്തുകയാണ്. ദൈവത്തിന്റെ കോടതി മുറിയിലേക്ക് കയറ്റി നിർത്തി മാനവരാശി മുഴുവൻ നഷ്ടപ്പെട്ടു പോയവരാണ്, പാപത്തിൽ വീണവരാണ്, പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയവരാണെന്ന് പൗലോസ് അവിടെ തെളിയിക്കുകയാണ്. അത് നമുക്ക് 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെ
ഈ ഭാഗത്ത് പ്രധാനമായും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ ആദ്യ വാക്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇത് മാനവരാശിയെക്കുറിച്ച് മുഴുവനായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒന്നാമത്തെ വിഭജനം സിൻ എന്നുള്ളതാണ്, പാപം എന്നുള്ള വിഷയമാണ്. അത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3-ാം അധ്യായം 20 വരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഇനി രണ്ടാമത്തെ പദം സാൽവേഷൻ എന്നുള്ള പദമാണ്. സാൽവേഷൻ അതായത് രക്ഷ. ഞാൻ ആ ഒരു പദത്തിലേക്ക് വരുന്നതിന് മുൻപ് ആ ഒന്നാമത്തെ പദം ഒരു അല്പം കൂടെ പറയാൻ എനിക്കൊരു ആത്മപ്രേരണയുണ്ട്. കാരണം അത് ഒന്നുകൂടെ വിശദീകരിക്കും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞ പദം സിൻ എന്നുള്ള പദമാണ്, പാപം എന്നുള്ള പദം. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3-ാം അധ്യായത്തിന്റെ 20. പൗലോസ് ഇവിടെ മാനവകുലത്തെ മുഴുവൻ ഒരു കോടതി മുറിയിൽ കയറ്റി നിർത്തി മനുഷ്യൻ പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയവനാണെന്ന് തെളിയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. പൗലോസ് അവിടെ തെളിയിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 1-ാം അധ്യായത്തിന്റെ 21 മുതൽ 32 വരെ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ പൗലോസ് അവിടെ തെളിയിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ദുഷ്ടമനുഷ്യന്മാർ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണെന്ന് തെളിയിക്കുന്നു. ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണെന്ന് തെളിയിക്കുന്നു. പൗലോസ് തെളിയിക്കുന്ന 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണിത്. ദുഷ്ടമനുഷ്യന്മാർ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണെന്ന് തെളിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സാൻമാർഗിക ജീവിതം നയിക്കുന്നവരും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണെന്ന് പൗലോസ് തെളിയിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെയുള്ള ഭാഗത്തും അത് കാണുന്നു. അപ്പോൾ അസന്മാർഗികമായ ജീവിതം നയിക്കുന്ന ദുഷ്ടമനുഷ്യൻ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യനാണെന്ന് തെളിയിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, സാൻമാർഗികമായ ജീവിതം നയിക്കുന്ന ആളുകളും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണെന്ന് പൗലോസ് തെളിയിക്കുകയാണ്. അത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണും. മൂന്നാമതായി, മതഭക്തർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന യഹൂദ മതഭക്തരെ കുറിച്ചാണ്. മതഭക്തർ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരെന്ന് പൗലോസ് തെളിയിക്കുന്നു. അത് 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ കാണും. അവിടെ തുടങ്ങുന്നതന്നെ, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും യഹൂദന്റെ മതഭക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങളൊരു മതഭക്തനായിരുന്നാലും നിങ്ങൾ ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ്.
ഇത് പറഞ്ഞിട്ട് പൗലോസ് ആ സിൻ എന്നുള്ള പാപം എന്നുള്ള ടോപ്പിക് കൺക്ലൂഡ് ചെയ്യുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ശിക്ഷയ്ക്ക് യോഗ്യരാണ് എന്നുള്ള വിഷയത്തിലാണ് പൗലോസ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പദം ഞാനിവിടെ നിർത്തുകയാണ്, സിൻ എന്നുള്ളത്. ഇത് റോമാലേഖനം പ്രസംഗിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് സിമ്പിളായി വിഭജിച്ചു പഠിക്കാനുള്ളൊരു മാർഗമാണ്. രണ്ടാമത്തെ വാക്ക് ഞാൻ പറഞ്ഞിരുന്നു, സാൽവേഷൻ. എസിൽ തുടങ്ങുന്ന രണ്ടാമത്തെ വാക്കാണ് സാൽവേഷൻ, രക്ഷ. അത് 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ആരംഭിച്ച് 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവസാനിക്കുക. ആ ടോപ്പിക്, രക്ഷ എന്നുള്ള, സാൽവേഷൻ എന്നുള്ള ടോപ്പിക്. ഇവിടെ മൂന്നാമത്തെ വിഭജനം സപ്രേഷൻ എന്നുള്ളതാണ്. സപ്രേഷൻ, സിൻ, സാൽവേഷൻ, സപ്രേഷൻ. 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ തുടങ്ങി 8-ാം അധ്യായം 39-ാം വാക്യം വരെയാണ് നമുക്ക് ഈ ഭാഗം കാണുന്നത്. അഞ്ചാം അധ്യായം 12-ാം വാക്യത്തിൽ തുടങ്ങി 8-ാം അധ്യായം 39-ാമത്തെ വാക്യം വരെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ വേർപെട്ട ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത്, സപ്രേഷൻ എന്നുള്ള ഈ ഭാഗത്ത് പറയുന്നത്. സ്തോത്രം. 4-ാമത്തെ പദം സോവർണിറ്റി എന്നുള്ള പദമാണ്. സോവർണിറ്റി. ദൈവത്തിന്റെ പരമാധികാരം എന്ന അർത്ഥത്തിൽ വരുന്നൊരു വാക്കാണ് സോവർണിറ്റി, പരമാധികാരം. 9, 10, 11 അധ്യായങ്ങളിൽ ഈ വിഷയം കാണുന്നു, സോവർണിറ്റി എന്നുള്ള വിഷയം. ചാപ്റ്റർ 9, 10, 11. ഈ അധ്യായങ്ങളിൽ എന്തുകൊണ്ട് ഇസ്രായേൽ തിരസ്കരിക്കപ്പെട്ടു, എന്തുകൊണ്ട് ഇസ്രായേൽ തിരസ്കരിക്കപ്പെട്ടു? പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ എവിടെ? ഇതിന്റെയൊക്കെ മറുപടി ഈ 3 അധ്യായങ്ങളിലൂടെ പൗലോസ് ശ്ലീഹ നൽകുകയാണ്.
അഞ്ചാമത്തെ പദം സർവീസ് എന്നുള്ളതാണ്. സേവനം അല്ലെങ്കിൽ സേവിക്കുക. പന്ത്രണ്ട് മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് പറയുന്നത് ദൈവത്തെ ഒരു വിശ്വാസി എങ്ങനെ സേവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെ നിന്നെ തന്നെ യാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു വിശ്വാസി ദൈവത്തെ സേവിക്കേണ്ടത് എന്നുള്ളതിന്റെ ആരംഭം തന്നെ നിന്നെ തന്നെ യാഗമാക്കിക്കൊണ്ട് സേവിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. യാഗമാക്കി അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, നമ്മെ തന്നെ യാഗമാക്കിക്കൊണ്ട് യാഗമായി കൊടുത്ത ശേഷം ദൈവം തന്ന കൃപാവരങ്ങൾക്കനുസരിച്ച് നാം ശുശ്രൂഷിച്ചുകൊണ്ട് വേണം ദൈവത്തെ സേവിക്കാൻ എന്നുള്ളതാണ് 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്കതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറഞ്ഞ വിഭജനം ഒരല്പം കട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഈ വിഭജനം ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാക്കാൻ കഴിയാവുന്ന രീതിയിൽ 5 വാക്കുകളിലൂടെ ആണ് നമ്മൾ കൊണ്ടുപോയത്. 1 സിൻ, 2 സാൽവേഷൻ, 3 സെപ്പറേഷൻ, 4 സോവർണിറ്റി, 5 സർവീസ്. നമ്മൾ ഇനി റോമാലേഖനത്തിന്റെ ഒരു സമ്മറി നമ്മൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഹെഡിങ് അതായിരിക്കും, റോമാലേഖനത്തിന്റെ ഒരു സമ്മറി. ഇപ്പോൾ തന്നെ സമയം 4 മണിയായി ഇവിടെ ഇന്ത്യൻ ടൈം. ഒരു 15 മിനിറ്റ് കൂടെ സമയം കിട്ടിയേക്കാം. ഈ സമ്മറി അവസാനിക്കാൻ ചിലപ്പോൾ 2-3 ക്ലാസ് പിടിച്ചെന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം അധ്യായത്തിലോട്ട് കയറാൻ കഴിയും. കാര്യം ഈ സമ്മറി കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അധ്യായങ്ങളുടെ പഠനം വളരെ എളുപ്പമാണ്. ഈ സമ്മറി വരെ അവസാനിക്കുന്നിടം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഈ 5 ക്ലാസിന്റെ നോട്ട് എഴുതിക്കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കാര്യമില്ല. അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ സമ്മറി എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ഈ പഠനത്തിൽ ഉൾപ്പെടുത്താൻ കാരണം. അധ്യായങ്ങൾക്ക് മുമ്പ് ഈ അധ്യായങ്ങളിലെ വിഷയങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് പറയുന്നൊരു വിഷയമാണ്. അപ്പം അധ്യായങ്ങളിലോട്ട് കയറുമ്പോൾ വളരെ ഈസി ആയിരിക്കും. The summary of Book of Romans. ഈ ലേഖനം തുടങ്ങുമ്പോൾ റോമാലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ അപ്പോസ്തലൻ ധന്യനായ പൗലോസിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വിഷയം ദൈവത്തിന്റെ നീതി എന്നുള്ളത് വിഷയമാണ്. റോമാലേഖനത്തിന്റെ തുടക്കം, ആ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പൗലോസ് ഡയറക്റ്റ് അവതരിപ്പിക്കുന്ന വിഷയമാണ് ദൈവത്തിന്റെ നീതി. സ്തോത്രം. എന്ന് മാത്രമല്ല, ആ ദൈവത്തിന്റെ നീതി വിശ്വാസികൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുകൂടെയാണ് പൗലോസ് പറയുന്നത്. നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ
17 വാക്യം. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നുവെന്നാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ നീതി വിശ്വാസികൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശയത്തിലാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇനി ഈ ദൈവത്തിന്റെ നീതിയുടെ 4 വശങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പാടിന്റെ 4 വശങ്ങൾ. ദൈവത്തിന്റെ നീതി മനുഷ്യന് വെളിപ്പെട്ടു എന്നാണല്ലോ പൗലോസ് ഈ ലേഖനത്തിന്റെ മുഖവുരയിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസികൾക്ക് വെളിപ്പെട്ടു വന്ന ആ ദൈവത്തിന്റെ നീതിയുടെ ആ വെളിപ്പാടിന്റെ 4 വശങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ വശം ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയാണെന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ പറയാം: ദൈവിക സ്വഭാവത്തിന് അനുയോജ്യമായി ദൈവിക വാക്തത്വം നിറവേറേണ്ടതാണ്. ഒരു സ്വത്രം പറയാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുയോജ്യമായി ദൈവിക വാക്തത്വം നിറവേറേണ്ടതാണ്. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവത്തിന്റെ നീതിയിലെ ദൈവത്തിന്റെ വിശ്വസ്തത. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളിൽ പലരും അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കൽ പോലും നീക്കം വന്നിട്ടില്ല. ദൈവം തന്റെ വിശ്വസ്തത എന്ന ആ ദൈവത്തിന്റെ സ്വഭാവം ഒരിക്കൽ പോലും മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റുന്നവനുമല്ല. അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ നമ്മളിൽ പലരും ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. നാം പല കാര്യങ്ങൾക്കകത്തും അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത അതുപോലെ തന്നെ നിന്നതുകൊണ്ടാണ് നാം ഇന്നും കൃപയിൽ നിൽക്കുന്നത്. നാം ഇന്നും വാക്തത്വങ്ങൾ പലതും കൈവശമാക്കിയത് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. അവൻ വാക്തത്വങ്ങളിലും വിശ്വസ്തനാണ്. ഇത് ദൈവനീതിയുടെ വെളിപ്പാടിന്റെ ഒരു വശമാണ് ദൈവത്തിന്റെ വിശ്വസ്തത. 4-ാം വാക്യം പറയുന്നു: നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നീ വരൂ. ദൈവം സത്യവാൻ. എന്തിൽ? അവന്റെ വിശ്വസ്തതയിൽ അവൻ സത്യവാനാണ്. അവന്റെ വാക്തത്വങ്ങളിൽ അവൻ സത്യവാനാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പാടിന്റെ ആദ്യത്തെ വശമാണ് ദൈവം വിശ്വസ്തൻ. അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കുകളിൽ വിശ്വസ്തനാണ്. ദൈവം സകലത്തിലും വിശ്വസ്തനാണ്. സ്തോത്രം. ഇനി 2-ാമത്തെ കാര്യം, ദൈവിക നീതിയുടെ വെളിപ്പാടിന്റെ 2-ാമത്തെ വശം. 2-ാമത്തെ വശത്തെ ദൈവക്രോധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ദൈവനീതിയുടെ വെളിപ്പാടിന്റെ 2-ാമത്തെ വശമാണ് ദൈവക്രോധം. ദൈവക്രോധം എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള വെറുപ്പിൽ നിന്നുളവാകുന്ന നീതിയുടെ വശമാണിത്. മനസ്സിലാക്കണം. പാപത്തോടുള്ള വെറുപ്പിൽ നിന്നുളവാകുന്ന ദൈവനീതിയുടെ വശമാണിത്. ദൈവക്രോധം. സ്തോത്രം. നമുക്ക് ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ 2 തിരുവെഴുത്തുകളിലേക്ക് പോകണം. 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം അത് നമ്മൾ മുമ്പ് വായിച്ചതാണ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു.
നമുക്ക് ആ വാക്യം അവിടെ നിൽക്കട്ടെ. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. അത് നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിക്കാം. 2:5. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. കണ്ടോ? എന്താ? നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയ നിമിത്തവും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കും. ഇതാണ് ദൈവക്രോധം. അപ്പൊ ദൈവക്രോധം എന്ന് പറഞ്ഞാൽ അത് ദൈവിക നീതിയുടെ വെളിപ്പാടിന്റെ മറ്റൊരു വശം, 2-ാമത്തെ വശം. അതിന്റെ കാരണം പാപത്തോടുള്ള വെറുപ്പിൽ നിന്നാണ് ദൈവത്തിന്റെ നീതിയുടെ ഈ വശം വെളിപ്പെടുന്നത്. വേദവശം പഠിക്കുന്നവർക്കറിയാം, നീതിയും ക്രോധവും ഇത് രണ്ടും അവിഭാജ്യമായ ഘടകങ്ങളാണ്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ ദൈവക്രോധത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവക്രോധത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വ്യക്തമാക്കാതെ ദൈവനീതിയെ കുറിച്ച് പറയുവാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ദൈവക്രോധത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് വ്യക്തമാക്കാതെ നമുക്ക് ദൈവനീതിയെ കുറിച്ച് പറയാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. ദൈവിക നീതിയുടെ വെളിപ്പാടിന്റെ മൂന്നാമത്തെ വശം. മൂന്നാമത്തെ വശത്തെ നമുക്ക് ഇങ്ങനെ പറയാം, ക്രിസ്തുവിന്റെ മരണത്തിൽ വെളിപ്പെട്ട നീതി എന്ന് വിശേഷിപ്പിക്കാം. ക്രിസ്തുവിന്റെ മരണത്തിൽ വെളിപ്പെട്ട നീതി. നമുക്ക് 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഇനി 26-ാം വാക്യം കൂടെ വായിച്ചു. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്തു? ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ എങ്ങനെ ചെയ്തു? വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തി. എവിടെ? ക്രൂശ്. ദൈവം അങ്ങനെ ചെയ്തു. എന്തിന്? ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കും. ദൈവനീതിയുടെ വെളിപ്പാടിന്റെ മൂന്നാമത്തെ വശം. ഈ 4-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവനീതിയുടെ വെളിപ്പാടിന്റെ 4-ാമത്തെ ഭാഗം വിശ്വാസിയുമായി നീതിക്കുള്ള ബന്ധമാണ്. വിശ്വാസിയുമായി നീതിക്കുള്ള ബന്ധമാണ്. നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ വെളിപ്പെട്ട് കിട്ടിയ ദൈവിക നീതി വിശ്വാസത്താൽ സ്വായത്തമാക്കാമെന്ന് പൗലോസ് ഊന്നി പറയുകയാണ്. വെളിപ്പെട്ട് കിട്ടിയ ദൈവിക നീതി ഒരു വിശ്വാസിക്ക് വിശ്വാസത്താൽ സ്വായത്തമാക്കാമെന്ന് പൗലോസ് ഊന്നി പറയും. കർത്തൃത്വത്തിൽ ദൈവത്തോട് ശത്രുക്കളായിരുന്നവരെ നീതിമാൻ എന്ന ദൈവിക നീതി പ്രഖ്യാപിക്കുന്നു. ഇതാണ് നീതീകരണത്തിന്റെ യഥാർത്ഥ അർത്ഥം. ഒന്നുകൂടെ പറയാം. കർത്തൃത്വത്തിൽ ദൈവത്തോട് ശത്രുക്കളായിരുന്നവരെ നീതിമാൻ എന്ന ദൈവിക നീതി പ്രഖ്യാപിക്കുന്നു. ഇതാണ് നീതീകരണത്തിന്റെ
യഥാർത്ഥ അർത്ഥം. നമുക്ക് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ ക്ലിയറായി പൗലോസോട് പറയും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. സ്തോത്രം. ഇതാണ് യഥാർത്ഥ നീതീകരണത്തിന്റെ അർത്ഥം. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആളുകളെ നീതിമാന്മാരാക്കുകയല്ല, പകരം നീതിമാന്മാരായി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അങ്ങനെ ഈ നീതീകരണം എന്നുള്ള ഈ വിഷയത്തിന്റെ ഒരു ഭാഷ്യമാണ് റോമാലേഖനത്തിന്റെ ഇതിവൃത്തം. സ്തോത്രം. കൂടാതെ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ നീതി എന്നുള്ള വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും പൗലോസ് വാദോരാതെ ഈ ലേഖനത്തിനകത്ത് സംസാരിക്കുന്നു. ദൈവ സ്നേഹത്തിന്റെ വിവിധ വശങ്ങൾ, ദൈവസ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ ഒക്കെ ഈ ലേഖനത്തിൽ വളരെ ഗൗരവമായി പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ദൈവം അനുവദിച്ചാൽ അത് അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നൽകിയ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് റോമാലേഖനത്തെ പഠന സംബന്ധമായി ഒന്ന് വിവരിക്കുവാനും അങ്ങയുടെ നീതിയുടെ വെളിപ്പെട്ട നീതിയുടെ 4 വശങ്ങളെ കുറിച്ച് ധ്യാനിപ്പാനും കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെയും ബുദ്ധിയെയും ഈ വചനം ഗ്രഹിപ്പാൻ ദൈവം തുറക്കണം. ഞാനിവരെ ബ്ലസ് ചെയ്യും. മഹത്വം കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവർക്കുമുള്ള വന്ദനം, നന്ദി. കർത്താവ് ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Thank you so much. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും, നാം പഠിച്ച വചനങ്ങളോടും, നമുക്ക് വചനം പഠിപ്പിച്ചിരുന്ന കർത്താവിന്റെ പ്രിയദാസിന്റെ ശുശ്രൂഷകളും ഇന്നും എന്നേക്കും കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എത്രത്തോളം ചെയ്യും തന്നെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you. We shall have a blessed day with miracles, and we will meet tomorrow morning as usual, if God willing. Thank you, everyone.